സോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യസ് നമ്പർ 1 #1 റേറ്റഡ് ഓഡിയോ ബ്രാൻഡ് ആയിട്ടുള്ള ഗോ ബോൾട്ടും ഒപ്പം തന്നെ ഫോർഡും കൂടെ കൊളാബറേറ്റ് ചെയ്ത് പുറത്തിറക്കിയ ഗോ ബോൾട്ട് മസ്താങ് തണ്ടർ എന്ന് പറയുന്ന ഹെഡ്ഫോൺസ് ആണ്. സോ നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഉള്ളിലായിട്ട് നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നുണ്ട്, പ്രീമിയം ക്യാരിയിങ് സ്ലീവ് വരുന്നുണ്ട്, ടൈപ്പ് സി കേബിൾ, ഓക്സ് കേബിൾ, പിന്നെ ഡോക്യുമെൻറ്റ്സ്, ഇവയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. അതുപോലെ ബോക്സിൻ്റെ പുറത്തായിട്ട് നമുക്കൊരു യുണീക്ക് നമ്പറും ഒപ്പം തന്നെ 3D ഹോളോഗ്രാമും കാണാൻ പറ്റും. ഇതിനർത്ഥം ഇത് ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആണെന്നാണ്. ഇനി ഹെഡ്ഫോൺസ് കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫീൽ ആവുന്ന കാര്യം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ നല്ല പ്രീമിയം ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ ബിൽഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ഫോൾഡബിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാനും വളരെ ഈസിയാണ്. ഒപ്പം തന്നെ ഫോർഡ് മസ്താങ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനും ഒപ്പം തന്നെ കളേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഹെഡ്ഫോൺസിൻ്റെ റൈറ്റ് ഇയർ കപ്സിൻ്റെ പുറകിലായിട്ട് നമുക്ക് പോണി ലോഗോയും ലെഫ്റ്റ് ഇയർ കപ്സിൻ്റെ പുറകിലായിട്ട് നമുക്ക് മസ്താങ്ങിൻ്റെ ബ്രാൻഡിങ്ങും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തായിട്ട് നമുക്ക് ഡൈനാമിക് LED ലൈറ്റ്സും കിട്ടുന്നുണ്ട്. അതേപോലെ ബോസ് 302 എന്ന് പറയുന്ന ഐക്കോണിക് ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി റൈറ്റ് ഇയർ കപ്സിൻ്റെ താഴെയായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺസ് ഓൺ ആക്കാൻ പറ്റും. ഓൺ ആക്കുന്ന സമയത്ത് മസ്താങ് കാർ സ്റ്റാർട്ട് ചെയ്ത് റെവ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഇത് തന്നെയാണ് പ്ലേ പോസ് ബട്ടണായിട്ട് ആക്ട് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തായിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ EQ ബട്ടൺ വരുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഇക്വലൈസർ മോഡുകൾ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ സെയിം ബട്ടൺ യൂസ് ചെയ്ത് നമ്മുടെ ഡൈനാമിക് LED ലൈറ്റ്സ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒപ്പം തന്നെ അതിൻ്റെ മോഡ്സ് മാറ്റാനും പറ്റും. ഇനി കംഫർട്ട് നോക്കുവാണെങ്കിൽ വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഓവർ ഇയർ ടൈപ്പ് ഹെഡ്ഫോൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാതൊക്കെ നല്ലപോലെ കവറായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാസീവ് നോയിസ് ക്യാൻസലേഷന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോൺസിൻ്റെ ഇയർ കപ്സിലാണെങ്കിലും ഒപ്പം തന്നെ മുകളിലാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ്സും കിട്ടുന്നുണ്ട്. പിന്നെ തലയുടെ വലുപ്പം അനുസരിച്ച് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെയധികം കംഫർട്ടബിൾ ആണ്. ഇനി സൗണ്ട് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ 40mm ഡ്രൈവേഴ്സ് ആണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ബൂമെക്സ് ടെക്നോളജിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീപ്പ് ബേസ് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ 3 ഇക്വലൈസർ മോഡുകൾ അവൈലബിൾ ആണ്. റൈറ്റ് ഇയർ കപ്സിൻ്റെ താഴെ കാണുന്ന EQ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വലൈസർ മോഡുകൾ മാറ്റാനും പറ്റും. ഇനി ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ 70 hours ടോട്ടൽ പ്ലേ ടൈം ലഭിക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഉഗ്രൻ കോൾ ക്വാളിറ്റിക്ക് വേണ്ടി ഇൻബിൽറ്റ് മൈക്രോഫോൺ വരുന്നുണ്ട്. ഒപ്പം തന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ആംബിയൻ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എൻവയോൺമെന്റ് നോയ്സ് ക്യാൻസലേഷൻ വിത്ത് സെൻ മോഡും വരുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ലഭിക്കുന്നത്. SBC ആൻഡ് AAC കൊഡാക്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഉഗ്രൻ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഹെഡ്ഫോണിനൊപ്പം കിട്ടിയ ഓക്സ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹെഡ്ഫോൺ ഒരു വയേർഡ് ഹെഡ്ഫോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയധികം ഫീച്ചേഴ്സ് വരുന്ന ഈ ഹെഡ്ഫോണിൻ്റെ പ്രൈസ് ആണ് 2499 രൂപ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഗോബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.